വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ വീടുകളിൽ താമസം തുടങ്ങി. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ. നിലവിൽ 2 വീടുകളാണ് ഇന്ന് താമസം തുടങ്ങിയത്. ഈ മാസം 30-നുള്ളിൽ ബാക്കിയുള്ള കുടുംബങ്ങൾ കൂടി താമസം തുടങ്ങും. ഫൈസൽ നെടുമ്പാല വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. ഫൈസൽ, അവിടെ എല്ലാ ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെ എല്ലാം പൂർത്തിയായോ? അജിംസ്, തീർച്ചയായും വീടിനകത്തുള്ള മറ്റ് പ്രവർത്തികളൊക്കെ തന്നെ പൂർത്തിയായി. വലിയ സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയാണ്. കാരണം മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം ഏകദേശം 1.5 വർഷം പിന്നിടുകയാണ്. അതിനുശേഷമാണ് മുസ്ലിം ലീഗിൻ്റെ വീടുകളിൽ താമസം തുടങ്ങിയെന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നത്. 2 വീടുകളിലാണ് ഇന്ന് താമസം തുടങ്ങിയിരിക്കുന്നത്. ഈ മാസം 25 മുതൽ 30 വരെയുള്ള തീയതികളിലാണ് ബാക്കിയുള്ള 51 കുടുംബങ്ങൾ കൂടി മുഴുവൻ വീടുകളിൽ ഈ 51 വീടുകളിലേക്ക് കൂടി താമസം മാറുന്നത്. ഇന്ന് പുഞ്ചിരിമറ്റത്ത് താമസിച്ചിരുന്ന ചന്ദ്രൻ, അതുപോലെ ചുരൽമല സ്വദേശിയായിട്ടുള്ള ഷറഫുദ്ദീൻ എന്ന് 2 കുടുംബങ്ങളാണ് ഇവരുടെ വീട്ടിലേക്ക് താമസം മാറിയത്. അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ച ശേഷമാണ് വീടുകൂടൽ നടത്തിയിട്ടുള്ളത്. ബാക്കി 27-ാം തീയതി അവരുടെ ഔദ്യോഗികമായിട്ട്, അതായത് വീട്ടുകാർ തന്നെ നടത്തുന്ന മറ്റൊരു ചടങ്ങ് കൂടി ഇവിടെ നടക്കും. അന്ന് പൊതുജനങ്ങൾക്കും മറ്റ് പാർട്ടി പ്രവർത്തകർക്കൊന്നും തന്നെ പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല. ഈ വീട്ടുകാരും അവരുടെ കുടുംബങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുക. അജിംസ്, ശരി. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ.